ഹലോ ഗേൾസ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിഷ് നോക്കിയാലോ. ഒരു ഹോം മെയ്ഡ് ഫ്യൂഷൻ ഷവർമ. അതിനായിട്ട് ക്യാബേജ്, ക്യാരറ്റ് ആൻഡ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇത്രയുമാണ് വേണ്ടത്. ബോൺലെസ് ചിക്കൻ വേണം എടുക്കാൻ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ ആവാൻ പാടില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇപ്പോൾ ഷവർമയൊക്കെ പെട്ടെന്ന് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഈ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സിലോട്ട് നമ്മുടെ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ടോട്ടിയ ബ്രെഡ് എടുക്കുക. ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ കുബൂസ് ആണെങ്കിൽ കുബൂസ്, ഈവൻ ചപ്പാത്തി പോലും വേണമെങ്കിൽ എടുക്കാം. കാരണം ഇത് ഹോം മെയ്ഡ് ഷവർമയാണല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് അവൈലബിൾ, അതാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് അതിലോട്ട് മയോണൈസ്, ടൊമാറ്റോ കെച്ചപ്പ് ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവി, മസാല എന്നൊക്കെ പറയാം, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളവർ ഫ്രഞ്ച് ഫ്രൈസും കൂടി ആഡ് ചെയ്തോ. അതാകുമ്പോൾ ജസ്റ്റ് കുറച്ച് ഇപ്പോൾ ചിലർക്ക് ശരിക്കും ഒരു ഷവർമ ഫീൽ വരണമെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അതും കൂടി ആഡ് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ ലെറ്റ്യൂസ് വേണമെന്നുള്ളവർക്ക് ലെറ്റ്യൂസ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം അത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. പിന്നെ ഈ റോൾ ചെയ്ത ഷവർമ ഒന്നുകൂടി പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരും. അതിനുശേഷം ഇത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ജ്യൂസി ആൻഡ് ക്രീമി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ശരി, പിന്നെ കാണാം. ഓക്കെ, ബൈ.